ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പര ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായ ഈ ടീമിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷാമി ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി, പക്ഷെ അദ്ദേഹത്തെ എടുത്തിട്ടില്ല. പകരം മുഹമ്മദ് സിറാജിനെയാണ് എടുത്തിരിക്കുന്നത്. മുഹമ്മദ് സിറാജ് ഉണ്ട്, പ്രസിദ്ധ് കൃഷ്ണയുണ്ട്, അർഷിത് റാണയുണ്ട്. അതുകൊണ്ടായിരിക്കാം മുഹമ്മദ് ഷാമിയെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. നമ്മൾ പ്രതീക്ഷിച്ചു അദ്ദേഹം തിരിച്ചു വരുമെന്ന്. അദ്ദേഹം നല്ല പെർഫോമൻസ് ഒക്കെ ഇപ്പൊ കാണിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഋഷഭ് പന്തിനെയും അതുപോലെ KL രാഹുലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പേഴ്സ് ആയിട്ട്. ഒരുപക്ഷെ ഋഷഭ് പന്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. SSC ജയ്സ്വാളിന് ഒരു ചാൻസ് എങ്കിലും കൊടുക്കണം. അദ്ദേഹം നല്ല ബാറ്റ്സ്മാനാണ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. പക്ഷെ ഇവിടെ ഗില്ല് ഉള്ളതുകൊണ്ട്, ഗില്ലും രോഹിത് ശർമ്മ ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ചാൻസ് കുറവാണ്. ഒരു ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരികയാണെങ്കിൽ ഗില്ല് എന്തായാലും കളിക്കും. പിന്നെ രോഹിത് ശർമ്മയെ ഒഴിവാക്കിയില്ല, വിരാട് കോഹ്ലി ഉണ്ടാവും. പിന്നെ ഉള്ളത് വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടർ ആയിട്ട്, വാഷിംഗ്ടൺ സുന്ദർ ഓൾറൗണ്ടർ ആയിട്ട്. രവീന്ദ്ര ജഡേജയെ കളിപ്പിക്കണം. അദ്ദേഹം ടീമിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. പിന്നെ കോഹ്ലി ഉള്ളപ്പോൾ നമുക്കറിയാലോ ആ ഒരു എനർജി, കോഹ്ലിയും രോഹിത് ശർമ്മ ഉണ്ടെങ്കിൽ ആ ഒരു ടീമിന് ആ ഒരു എനർജി തന്നെ പക്കായിട്ട് മാറും. ഇപ്പൊ ഇന്ത്യക്ക് നല്ലൊരു ടീം കോമ്പിനേഷൻ തന്നെ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു കോമ്പിനേഷനാണ്. ഷമിയെ ഒഴിച്ച് ബാക്കി ആരെയും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുൽദീപ് യാദവ് ഉണ്ട്, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡി, അർഷദീപ് സിംഗ്, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ന്യൂസിലാൻഡ് പരമ്പര ഇന്ത്യ എങ്ങനെ കളിക്കുമെന്ന് നോക്കാം. താങ്ക് യു. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് കാണാം.